എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത്. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത് TK പത്മിനി. TK പത്മിനിയാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത്. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതി. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിയുടെ പേര് പ്രവര പരിഷത്ത്. പ്രവര പരിഷത്ത് എന്നതാണ് ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതി. പ്രവര പരിഷത്തിൻ്റെ ആദ്യ അധ്യക്ഷൻ. പ്രവര പരിഷത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രവര പരിഷത്തിൻ്റെ ആദ്യ അധ്യക്ഷൻ. ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനേ വരൂ എന്ന ഗാനം ആലപിച്ചതാരാണ്? ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനേ വരൂ എന്ന ഗാനം ആലപിച്ചത് മന്നാഡേ. മന്നാഡേയാണ് ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനേ വരൂ എന്ന ഗാനം ആലപിച്ചത്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള പരുത്തി. പരുത്തിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി 96. ഭരണഘടനാ ഭേദഗതി 96 ഒറിയ ഭാഷയുടെ പേർ ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ. കോറിംഗ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? കോറിംഗ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് കോറിംഗ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. റിൻഡർ പെസ്റ്റ് കന്നുകാലി പ്ലേഗ് എന്ന രോഗത്തിന് കാരണം. റിൻഡർ പെസ്റ്റ് അഥവാ കന്നുകാലി പ്ലേഗ് രോഗത്തിന് കാരണമാകുന്നത് വൈറസ്. റിൻഡർ പെസ്റ്റ് അഥവാ കന്നുകാലി രോഗം ഒരു വൈറസ് രോഗമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതാവാദം. മാനവികതാവാദമാണ് നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫറാണ് മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. മാർഗരറ്റ് ബുർക്കെ വൈറ്റ് എന്ന ഫോട്ടോഗ്രാഫറാണ് ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ. ഹീമോസൈറ്റോമീറ്റർ എന്ന ഉപകരണമാണ് രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം. 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? 1879
സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ്. 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ടാഗോർ. ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതാര്? അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാരഗുരുദേവൻ. പൊയ്കയിൽ കുമാരഗുരുദേവനായിരുന്നു അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. ഗട്ടേഷൻ എന്ന പ്രവർത്തനമാണ് പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത്. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളായിരുന്നു ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. ലോക പോളിയോ ദിനം എന്നാണ്? ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. വൈദ്യുതിയുടെ വാണിജ്യ ഏകകമാണ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവറാണ് വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. ലോക മാതൃഭാഷാ ദിനം. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്. ത്രിവേണി സംഗമം എവിടെയാണ്? ത്രിവേണി സംഗമം എവിടെയാണ്? അലഹബാദ്. അലഹബാദിലെ പ്രയാഗ്രാജിലാണ് ത്രിവേണി സംഗമം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. ഗോദാവരി നദിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത്. സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏലം. ഏലമാണ് സ്വർഗീയ ധാന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷപാളി. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷപാളി എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ആണ് തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷപാളി. ദ്രവ ഓക്സിജന്റെ നിറം. ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല. ദ്രവ ഓക്സിജന് ഇളം നീല നിറമാണ്.
ഇന്ത്യയിൽ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1964. 1964 ഇന്ത്യയിൽ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം 1998. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. അന്താരാഷ്ട്ര പ്രകാശ ദിനം. അന്താരാഷ്ട്ര പ്രകാശ ദിനം എന്നാണ് മെയ് 16. മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനം. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഡൽഹൌസിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ. ഇന്ത്യൻ തീവ്ര ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത്. ഇന്ത്യൻ തീവ്ര ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത് അരവിന്ദ ഘോഷ്. അരവിന്ദ ഘോഷാണ് ഇന്ത്യൻ തീവ്ര ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം 1976. 1976 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷം. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷം 1963. 1963 ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ചത്. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം വിദൂഷകൻ. വിദൂഷകൻ എന്ന കഥാപാത്രത്തിനാണ് കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശം ഉള്ളത്. സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതം പ്രമേയമായ MT വാസുദേവൻ നായരുടെ ചെറുകഥ. സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതം പ്രമേയമായ MT വാസുദേവൻ നായരുടെ ചെറുകഥയാണ് വളർത്തുമൃഗങ്ങൾ. വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയാണ് സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതം പ്രമേയമായ MT വാസുദേവൻ നായരുടെ ചെറുകഥ. ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം. ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം 350 മുതൽ 400 ഗ്രാം വരെ. 350 മുതൽ 400 ഗ്രാം വരെയാണ് ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം. ജീവൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത്. ജീവൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ജീനുകൾ. ജീനുകളാണ് ജീവൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും ചൂട് കൂടിയ സമുദ്രം. ഏറ്റവും ചൂട് കൂടിയ സമുദ്രം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രമാണ് ഏറ്റവും ചൂട് കൂടിയ സമുദ്രം. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിറർ. കോൺകേവ് ദർപ്പണമാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. ആധ്യാത്മയുദ്ധം രചിച്ചത്. അധ്യാത്മയുദ്ധം രചിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ രചനയാണ് അധ്യാത്മയുദ്ധം. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്?
യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ എന്ന സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബാ ഭാവെ. വിനോബാ ഭാവെയായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത്. അതിർത്തി പ്രവിശ്യയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അതിർത്തി പ്രവിശ്യയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനായിരുന്നു അതിർത്തി പ്രവിശ്യയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളാണ് ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. ജാതിക്കുമ്മി രചിച്ചത്. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനയാണ് ജാതിക്കുമ്മി. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസം. 603 ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. പൊയ്കേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ചത് ഏതു വർഷമാണ്? പൊയ്കേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ചത് ഏതു വർഷമായിരുന്നു? 1909. 1909 പൊയ്കേൽ യോഹന്നാൻ PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ചത്. വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? കാർബൺ. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. ആദിഭാഷ രചിച്ചത്. ആദിഭാഷ രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് ആദിഭാഷ. ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏതു വർഷത്തിൽ? ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏതു വർഷത്തിലായിരുന്നു? AD 1853. AD 1853 ചട്ടമ്പി സ്വാമികളുടെ ജനനം. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത്? എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവി. വക്കം മൗലവിയാണ് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട്ട് അയ്യ. തൈക്കാട്ട് അയ്യാവായിരുന്നു ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത്. വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ. വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിനാണ് അൽ ഇസ്ലാം. അൽ ഇസ്ലാം എന്ന മാഗസിനാണ് വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ.
കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടമാണ് പീറ്റ്. പീറ്റാണ് കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യ ഘട്ടം. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത്. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ. മണ്ണെണ്ണയാണ് പാരഫിൻ ഓയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എൽ പി ജിയുടെ പൂർണ്ണരൂപം. എൽ പി ജിയുടെ പൂർണ്ണരൂപമാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നതാണ് എൽ പി ജിയുടെ പൂർണ്ണരൂപം. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര. ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. സാക്കറിനാണ് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു എഥൈൽ മെർക്യാപ്റ്റൻ. എഥൈൽ മെർക്യാപ്റ്റൻ എന്ന രാസവസ്തുവാണ് പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു. തിരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ട സമയം. തിരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ട സമയം രാവിലെ 7 മണി. രാവിലെ 7 മണിക്കാണ് തിരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ടത്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്ന അന്നനാളത്തിൻ്റെ പ്രത്യേകതരം സങ്കോച വികാസത്തിൻ്റെ പേര്. ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിൻ്റെ പ്രത്യേകതരം സങ്കോച വികാസത്തിൻ്റെ പേരാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ആണ് ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്ന അന്നനാളത്തിൻ്റെ പ്രത്യേകതരം സങ്കോച വികാസത്തിൻ്റെ പേര്. ഉരുക്കുവനിത എന്നറിയപ്പെട്ടത്. ഉരുക്കുവനിത എന്നറിയപ്പെട്ടത് മാർഗരറ്റ് താച്ചർ. മാർഗരറ്റ് താച്ചറാണ് ഉരുക്കുവനിത എന്ന പേരിൽ അറിയപ്പെട്ടത്. ദണ്ഡിയാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനം. ദണ്ഡിയാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമായിരുന്നു ദണ്ഡിയാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനം. മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ. മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഓക്സിനുകൾ. ഓക്സിനുകൾ എന്ന ഹോർമോണാണ് മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ. പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ. പഴയകാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി മലയാളം. അറബി മലയാളം ഭാഷയായിരുന്നു പഴയകാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ. എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? 15 മുതൽ 60 കിലോമീറ്റർ വരെ. 15 മുതൽ 60 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം വയർലെസ് ഫിഡലിറ്റി. വയർലെസ് ഫിഡലിറ്റി എന്നതാണ് വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം. ശൈവപ്രകാശ സഭ സ്ഥാപിക്കാൻ തൈക്കാട് IAA സഹായിച്ചത്. ശൈവപ്രകാശ സഭ സ്ഥാപിക്കാൻ തൈക്കാട് IAA സഹായിച്ചത് മനോന്മണീയം സുന്ദരം പിള്ള. മനോന്മണീയം സുന്ദരം പിള്ളയായിരുന്നു ശൈവപ്രകാശ സഭ സ്ഥാപിക്കാൻ തൈക്കാട് IAA സഹായിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം. മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ
സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി. ദ ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി കുമാരനാശാൻ നടത്തിയ രചന. ദ ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി കുമാരനാശാൻ നടത്തിയ രചന കരുണ. കരുണയാണ് ദ ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി കുമാരനാശാൻ നടത്തിയ രചന. ഹോപ്പ് മാൻ കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോപ്പ് മാൻ കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ടെന്നീസ് കളിയുമായിട്ടാണ് ഹോപ്പ് മാൻ കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ വിലയിരുത്തിയ ചട്ടമ്പി സ്വാമികളുടെ രചന. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ വിലയിരുത്തിയ ചട്ടമ്പി സ്വാമികളുടെ രചന വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ വിലയിരുത്തിയ ചട്ടമ്പി സ്വാമികളുടെ രചന. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര് സർചാർജ്. സർചാർജാണ് നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ്. കേരളത്തിലെ ജില്ലകളിൽ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. പട്ടാളി മക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? പട്ടാളി മക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് പട്ടാളി മക്കൾ. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? കൃഷിയിടങ്ങൾ. കൃഷിയിടങ്ങളെയാണ് ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്ന ദിവസം. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്ന ദിവസം ഭരണഘടന അംഗീകരിച്ച ദിവസമായ നവംബർ 26. ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് നവംബർ 26. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ച ദണ്ഡി കടപ്പുറം ഏത് ജില്ലയിലാണ്? ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ച ദണ്ഡി കടപ്പുറം ഏത് ജില്ലയിലാണ്? നവ്സാരി. ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ച ദണ്ഡി കടപ്പുറം നവ്സാരി ജില്ലയിലാണ്. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് വെള്ളി. വെള്ളിയാണ് വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം. ഓക്സീകരണം എന്ന പ്രവർത്തനമാണ് ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം വന്ന തീയതി. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം വന്ന തീയതി 2013 സെപ്റ്റംബർ 12. 2013 സെപ്റ്റംബർ 12 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകളായിരുന്നു അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നീ വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം
ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? ബെറുബാറി കേസ് 1960 ബെറുബാറി കേസിലായിരുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലാണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്നത്. കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ രചിച്ചത്? കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ രചിച്ചത് EMS. EMSൻ്റെ രചനയാണ് കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി. വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. കാരാപ്പുഴ ജലസേചന പദ്ധതിയാണ് വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ PN പണിക്കർ. PN പണിക്കറാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർ. ഗവർണർക്കാണ് ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. കോഴിക്കോട്ട് സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. കോഴിക്കോട്ട് സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മാർഗരറ്റ് പാവമണി. മാർഗരറ്റ് പാവമണിയായിരുന്നു കോഴിക്കോട്ട് സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.